ഇങ്ങനെ ഒരു വഴിക്ക് നടക്കുമ്പോൾ പുറത്തിരുന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് പലതും സ്വന്തം ക്യാമ്പിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. സോണിയ പോറ്റിയെ കണ്ടത് ശരിയോ എന്ന് ഭരണപക്ഷം ചോദിക്കുമ്പോൾ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരെല്ലാം കൊള്ളക്കാരാണോ എന്ന് കടകംപള്ളി ചോദിക്കുന്നു. ഇന്നലെ കുട്ടിയുടെ ചടങ്ങിനാണ് പോറ്റിയുടെ അടുത്ത് പോയത് എന്ന് പറഞ്ഞ ആള് ഇന്ന് നേരെ തിരിച്ച് പോറ്റിയുടെ അച്ഛന്റെ ചടങ്ങാക്കി മാറ്റി. ശരിക്കും എന്തിനാ പോയത് എന്ന് ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. പോറ്റിയുമായുള്ള ബന്ധത്തിൽ കടകംപള്ളി വെട്ടിലായോ എന്നുള്ളതാണ് ഇന്നത്തെ രണ്ടാമത്തെ ചോദ്യം. അത് അജിത് ബാബു കോട്ടയത്തുള്ളവരോട് ചോദിച്ചിട്ടുണ്ട്. അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയതിൽ പുതിയ വിശദീകരണവുമായി മുൻ മന്ത്രിയും CPM നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് രംഗത്തെത്തി. താൻ കുട്ടിയുടെ ചടങ്ങിനല്ല പോറ്റിയുടെ പിതാവിന്റെ ചടങ്ങിനാണ് പോയതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത്. ശരിക്കും പോറ്റിയുമായുള്ള ബന്ധത്തിൽ കടകംപള്ളി വെട്ടിലായോ? കടകംപള്ളിയുടെ പ്രസ്താവന അനുസരിച്ച് പുള്ളി ഇല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ SIT അന്വേഷിക്കട്ടെ, SIT അന്വേഷിച്ച് വെച്ചിട്ട് കണ്ടുപിടിക്കട്ടെ. SIT കണ്ടുപിടിക്കുന്നില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ രാഷ്ട്രീയമൊക്കെ കടന്നു വരുന്ന കേസായതുകൊണ്ട് അതേക്കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരെ മുഴുവൻ വെളിച്ചത്തോടുകൂടാ. അത് കോൺഗ്രസിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റിലാണെങ്കിലും BJPയിൽ ആരുൾപ്പെട്ടാലും അവരെ നിർബന്ധമായിട്ട് SIT കൊണ്ടുവരുന്ന 100% വിശ്വാസം. മന്ത്രി ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളെ നാട്ടുകാരനാണ് മന്ത്രി. അതുകൊണ്ട് മന്ത്രി അതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രി അത് തെളിയിച്ചോളൂ. ഏറ്റുമാനൂർ ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് വാസവൻ ചേട്ടൻ്റെ സ്ഥലമാണ്. ഒരിക്കൽ പോലും പുള്ളി ഒരു കള്ളത്തട്ട് കൂടെ 100% ഗ്യാരണ്ടിയുള്ള ആളാണത്. പിന്നെ കടകംപള്ളിയെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ അതിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ പോകുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നു. അതല്ലാതെ നമുക്ക് മറ്റുള്ള കാര്യം SIT തെളിയിക്കണം. ഇത് ഏത് കട്ടതാണെങ്കിലും അയ്യപ്പൻ്റെ മുതൽ കെട്ടേണ്ട ഒരുത്തരും രക്ഷപ്പെടാൻ പോണില്ല. ഞങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായമില്ല. അതെ, അവരുടെ പാടായി കോടതി അന്വേഷിച്ചോളും. നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. കടകംപള്ളി വെട്ടിലായ സ്ഥിതിയാണ് ഇപ്പം കാണുന്നത്. പോലീസ് നമ്മളോട് പോയെന്ന് പറയുന്നു. അത് അവിടെ നടന്നെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. കടകംപള്ളി ആൾ ശരിയല്ലോ. ഇതൊക്കെ തന്നെ എടുത്ത് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇതിന് മുമ്പിൽ പല ആരോപണങ്ങളൊക്കെ ഇതിനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പരിധി വരെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ആളെ അറസ്റ്റ് ചെയ്യുകയോ അല്ല അതുമായിട്ട് കൂടുതൽ ഒരു വിവാദം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ ആ മന്ത്രിസഭയെ ബാധിക്കും, അല്ലെങ്കിൽ LDFനെ ബാധിക്കും. അതുകൊണ്ടൊക്കെ മാത്രമാണ് ഇതിപ്പം ഈ സംഭവം തന്നെ കോടതി നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടല്ലേ ഇത്രയൊക്കെ വന്നത്. സോണിയാഗാന്ധി കളങ്കിതനായ ഒരാളെ വീട്ടിൽ കയറ്റുമെന്ന് താൻ കരുതുന്നില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. ഏതാണെങ്കിലും വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ക്യാമറമാൻ S. ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.